ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് പപ്പയും മമ്മിയും കൂടെ പിടിയും കോഴിക്കറി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പപ്പയും മമ്മിയും അവലോസ് പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ അവലോസ് പൊടി വെച്ചിട്ടാണ് പിടി ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് പിടി ഉണ്ടാക്കുന്നതൊക്കെ. ഞങ്ങൾക്ക് പിടി ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞൊരു ഉത്സവം പോലെ എല്ലാവരും കൂടെ കൂടി പിടി ഉരുട്ടുക, അത് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലൊരു ആഘോഷങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക. ഇവിടെ പിന്നെ ആഘോഷമൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഭക്ഷണപ്രിയരായതുകൊണ്ട് തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കും. അപ്പൊ അവര് കൊണ്ടുവന്ന അവലോസ് പൊടി വെച്ചിട്ടാണ് ഇന്നത്തെ പിടിയും കോഴിക്കറിയും. രണ്ടും ഞാൻ ഇന്ന് അടുക്കള കയറിയിട്ടില്ല, അവരാണെല്ലാം. ഞാൻ പിടി ഉരുട്ടാൻ ഇച്ചിരി സഹായിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പുട്ടുപൊടി ചെറുതായിട്ട് വറുത്തിട്ടോ വറുക്കാതെ ഒക്കെ ഉണ്ടാക്കാം. അവലോസ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പൊ അങ്ങനെ കഴിക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് പുതിയ വീട്ടില് കുറച്ച് പൂവും ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പപ്പ നട്ടു തരാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ നമ്മൾ നടാൻ കുഴിക്കാനുള്ള കുറച്ച് ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ചെടി നടുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് പുറകിലൊരു വെജിറ്റബിൾ ഗാർഡനൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സമയം കിട്ടാറില്ല, ശനി ഞായറുള്ളത് പെട്ടെന്ന് പോവും. നമ്മളിപ്പോ ഇവിടെ ഒരു മാസമല്ലേ ആയുള്ളൂ. പക്ഷെ മുമ്പിലൊന്നും ഒരു ചെടിയില്ലാത്ത പൂക്കളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് അത് പ്ലെയിൻ ആയിട്ട് തോന്നും. അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയി കുറച്ച് പൂക്കളുള്ള ചെടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടുന്നത് പപ്പയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതെല്ലാം കാണാം. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന അവലോസ് പൊടിയിൽ ഇങ്ങനെ വലിയ വലിയ കട്ടകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വലിയ ഉരുണ്ട രീതിയിൽ കട്ടകൾ കണ്ടിട്ടില്ല അവലോസ് പൊടിയിൽ, അത് നിങ്ങളുടെ നമ്മളെ തേങ്ങയുടെ ഒക്കെ ഇതായിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് പൊടിച്ച് കിട്ടണം. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പപ്പ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് നമ്മുടെ പിടിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ജീരകം അരച്ചെടുക്കണം. അപ്പം അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് വെളുത്തുള്ളിയും ജീരകം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അളവൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഞാൻ എന്താ പറയുക, പിടി ഉണ്ടാക്കിയ വീഡിയോ എനിക്ക് തോന്നുന്നു സ്നേഹ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പണ്ട്. അപ്പം അതിനകത്ത് ചിലപ്പോൾ അവൾ അളവുകൾ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചൂടുവെള്ളം വെക്കണം. ചൂടുവെള്ളത്തിലാണ് പിടി കുഴച്ചെടുക്കുക. അപ്പോൾ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിലാണ് പിടിയുടെ ഈ അവലോസ് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മൾ ഇത് ഉണ്ടാക്കിയില്ല, അതായത് ജീരകവും വെളുത്തുള്ളിയും കൂടെ കൂടി മിക്സിയിൽ അരച്ചെടുത്തതും ചൂടുവെള്ളം കൂടെ കൂടി ഒഴിച്ചിട്ട് നമ്മൾക്ക് കൈ പൊള്ളൂട്ടോ. ആദ്യം നമ്മളിങ്ങനെ തടിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ നാട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പിടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ ഒരുപാട് പേര് വരും, നമ്മുടെ അയൽവക്കത്തു നിന്നും നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുഴച്ച് ഉരുളകളാക്കും. കുഞ്ഞുരുളാക്കണ്ട. അപ്പോൾ ഒത്തിരി നേരം എടുക്കും ഒരുപാട് പേരില്ലെങ്കിലേ. അപ്പോൾ അതേ പപ്പയ്ക്കൊക്കെ ഇത് പരിചയമായതുകൊണ്ട് ഇത്തിരി ചൂടൊക്കെ ആണെങ്കിലും കൈക്ക് കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ വെള്ളം പാകമായില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഉരുളകളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്കും ഉരുളയെല്ലാം പൊട്ടിപ്പോയിട്ട് ഒന്നും എന്താ പറയുക, ഇങ്ങനെ പായസം പോലെ ആവും. അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് ഉണ്ട ഇങ്ങനെ കടിക്കാൻ കിട്ടണം ശരിക്കും. ചില നാടുകളിലേക്കൊക്കെ പിടിയും കോഴിക്കറിയും കൂടി ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ അങ്ങനെയല്ല. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പിടിയും ചിക്കൻ കറിയും വേറെ വേറെയാണ് ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെയാണ് നമ്മുടെ ഇതിലുണ്ടാക്കുക കേട്ടോ. അതായത് നമ്മളുടെ വലിയ വലിയ ആഘോഷങ്ങൾക്കൊക്കെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പം അതേ പപ്പയും അമ്മയും ഉരുട്ടാൻ തുടങ്ങി. നമ്മളും ഞാനും ജുനൂബും ആരോണും ഒക്കെ ഉരുട്ടാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. എല്ലാവരും കൂടെ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുട്ടി കഴിയും. ഇതുപോലെ ഉരുട്ടണം എന്നാണ് മമ്മിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ പണ്ട് ഇങ്ങനെ വിരൽ കൊണ്ടായിരുന്നു ഉരുട്ടിക്കൊണ്ടിരുന്നത്. അപ്പം വിരലിൻ്റെ തുമ്പത്ത് വെച്ചിട്ടേ. അപ്പോൾ മമ്മിയൊക്കെയാണ് പറഞ്ഞു തന്നേക്കുന്നത് എനിക്ക് പണ്ടേ. നമ്മളിതൊക്കെ ചെറുപ്പത്തിലേ ഉരുട്ടാറുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ ആഘോഷങ്ങൾക്കൊക്കെ ഇതിങ്ങനെ ഉരുട്ടി പരിചയമുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടോ, എല്ലാം ഏകദേശം സെയിം അളവിൽ, മീൻസ് സൈസിലുള്ള ഉണ്ടകളായിരിക്കണം.
ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ ജീരകവും വെളുത്തുള്ളി അരച്ചതിൻ്റെ ബാക്കിയും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കുഴയ്ക്കാനും കുറച്ച് വെള്ളത്തിലും അതിൻ്റെ ഇത് വേണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളം ഉരുളിയിലെടുത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ഉണ്ടകൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചില നാട്ടിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയുള്ളി ഇടാറുണ്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലോട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പം കാണുന്ന ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടകളെല്ലാം കൂടെ കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം കുഴഞ്ഞ് പാകമായി വരുമ്പോൾ, ഇതെല്ലാം ശരിക്കും അവലോസ് പൊടിയും എന്താ പറയുക പൊടി വറുത്തതാണ്. പിന്നീട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്നും വേവ് എന്ന് പറയണത് ഒക്കെ അങ്ങനത്തെ ഒന്നും പെട്ടെന്ന് തന്നെ വേവും. പക്ഷെ നമ്മൾ ആ പാകം നോക്കുന്നത് നല്ലോണം കുഴഞ്ഞ് കുറുകി വരുമ്പോഴാണ് നമ്മളുടെ പിടി ശരിയാവുക എന്ന് പറഞ്ഞാൽ. ഇപ്പം കണ്ടത് ഇങ്ങനെ വെള്ളം പോലെയല്ലേ കിടക്കുന്നത്. ഇതിങ്ങനെ ചില ഉണ്ടകൾ നമ്മൾ ഇങ്ങനെ ചെറുതായിക്കൊന്ന് പൊട്ടി അത് വെള്ളം നല്ലോണം കുറുകി വരും. അപ്പോഴാണ് നമ്മൾ വാങ്ങി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പാകം ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ചിലയിടത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുണ്ട്, ചിലയിടത്തേക്ക് കുറച്ച് അതുപോലെ തന്നെ അവലോസ് പൊടി തന്നെ വെള്ളത്തിൽ കലക്കി ഒഴിക്കും പെട്ടെന്ന് കുറുകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കുറുകിക്കോളും. ഒന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി നല്ല കുഴഞ്ഞ പരുവത്തിലാവും. അത് നമ്മൾക്കിടെ ചിലയിടത്തേക്ക് ഉണ്ടല്ലോ വളരെ കട്ടിയായ രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ മുറിച്ചെടുക്കുന്ന രീതിയിൽ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ കഷ്ണം പോലെ. പക്ഷെ വീട്ടിലൊക്കെ അങ്ങനെയല്ല ചെയ്യാറ്. ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം കുറുകി വന്നു. അപ്പോഴേക്കും നമ്മൾ വാങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ തന്നെയാണ് കഴിക്കുക. ഉണ്ടകളൊന്നും ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല, ഉണ്ടകളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ പാകമായിട്ടോ. പിന്നെ നമ്മളത് നിർത്തി വെക്കുകയാണ്. ഈ അവലോസ് പൊടിയും കൊണ്ട് ഈ പിടി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അവിടെ മൊത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവലോസ് പൊടിയും കൊണ്ടുള്ള പിടി. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതും പപ്പയാണ്. പപ്പ കടുക് ഇടുന്നത് വളരെ കൂടുതലാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ലായിരുന്നു, പക്ഷെ നല്ലോണം അളവിൽ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില. ആദ്യം പപ്പ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത്. ഇത് ഇവരുടെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇവര് പണ്ട് മമ്മിയൊക്കെ ഇങ്ങനെ ചിക്കൻ വറുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. അത് നല്ല അടിപൊളി കറിയാണ്. പിന്നെ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കാതായപ്പോൾ പിന്നെ ആ കറിയൊക്കെ വല്ല കാലത്തൊക്കെ ആയി മാറിട്ടോ. ഇതങ്ങനെ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സവാള ഇടുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ സവാള ഇട്ടു, അതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. വലിയൊരു പുതുമയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ഈ പിടിയുടെയൊക്കെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട്, പിടിയുടെ ഒപ്പം എന്ന് പറഞ്ഞാൽ ഏതുതരം ചിക്കൻ കറിയും പോകും. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചതും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആണെങ്കിലെല്ലാം നമ്മളുടെ പിടിയുടെ ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. അതുപോലെ തന്നെ വറുത്തരച്ച്, ഞാൻ പറഞ്ഞില്ലേ വറുത്തരച്ച കോഴി, നാടൻ കോഴിക്കറിയും പിടിയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലങ്ങളിൽ കല്യാണങ്ങൾക്ക്, മാമോദീസ അങ്ങനെയുള്ളതിനൊക്കെ വിളമ്പുക, അങ്ങനത്തെ ആയിരുന്നു കേട്ടോ. പിന്നീട് വറുത്തരച്ചതൊക്കെ ഉണ്ടാക്കാൻ പാടായപ്പോൾ അതെല്ലാം നമ്മളുടെ മെനുന്നൊക്കെ ഔട്ടായി എന്ന് പറയാം. പിന്നെ ഈ കൂടിവരവുകൾ അതുപോലെ തന്നെ കുടുംബക്കാർ കൂടുന്നതൊക്കെ ഇപ്പോൾ എല്ലാവരും എന്താ പറയുക ഓർഡർ ചെയ്യുകയല്ലേ ചെയ്യുന്നത്, കാറ്ററിങ്ങിനെ ഏൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അതേ പൊടികളെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരിടുന്ന പൊടികൾ മെയിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ഗരം മസാല, അതെല്ലാം ഇട്ടിട്ട് അത് എനിക്ക് തോന്നുന്നു അവർ നടുക്കിട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് സവാളയിലേക്കൊക്കെ ആക്കുന്നത് കേട്ടോ. പൊടിയൊന്നും ചൂടാക്കിയിട്ട്, അല്ലാതെ വേറെ ചൂടാക്കി എടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പൊടികളൊക്കെ എപ്പോഴും ചൂടാക്കിയിട്ടൊക്കെയാണ് ഞാൻ ചേർക്കാറ് കേട്ടോ. പിന്നെ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അന്നേരം ഇങ്ങനെ നടുക്കിലൊന്നും അങ്ങനെ പൊടി ഇടാറില്ല കേട്ടോ ഞാൻ. പിന്നെ ഇത് തക്കാളി ചേർക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ തക്കാളി ചേർക്കുന്നുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ കൂടിവരവുകൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് ഒരു പോത്തിനെ തന്നെ വീട്ടിൽ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് തലേദിവസം 2 ദിവസം മുന്നേ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് പോത്തിനെ വെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവക്കക്കാരും അതൊരു ഉത്സവം പോലെ ആയിരുന്നല്ലോ. എനിക്കൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ നടന്ന കല്യാണങ്ങൾ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീടാണ് കാറ്ററിംഗ് വന്നതും പിന്നീട് കാറ്ററിംഗുകാരെ ഏൽപ്പിക്കലൊക്കെ ആയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആഘോഷങ്ങളെല്ലാം ഈ ഭക്ഷണം എല്ലാം ഏൽപ്പിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് വേറെ ഒന്ന് അറിയണ്ടല്ലോ. പണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഉണ്ടാക്കുക, കഴിക്കുക, രാത്രി മൊത്തം ഉറങ്ങാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നില്ലേ. എന്ത് രസമായിരുന്നു അന്നത്തെയൊക്കെ കല്യാണം എന്ന് ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ ഒക്കെ കല്യാണം കൂടിയിട്ട് ഒത്തിരി നാളായി, നാട്ടിൽ പോയിട്ട് തന്നെ ഒത്തിരി ആയിട്ടോ. അപ്പോൾ അതിന് പാത്രം മാറ്റിയിട്ടുണ്ട്, കാരണം ആ പാത്രത്തിനകത്തേക്കും കൊള്ളാവുന്നതിലും കൂടുതൽ കറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടു. അപ്പോൾ അതൊന്ന് മസാല ആയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ചിക്കനിലേക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പപ്പയും അമ്മയൊക്കെ വെള്ളം ഒഴിക്കുക. നല്ലോണം ആ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇനി അത് കറിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും അറിയുന്ന സെയിം ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കൊന്ന് മൂടി വെച്ച് ഇനി ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ മൂടി വെച്ചു. ഇവിടെ എല്ലാം നന്നായിട്ട് ഇനി കുക്കൊക്കെ ആയി വരട്ടെ. കുറച്ച് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് കിച്ചൺ എങ്ങനെയുണ്ട് ചേച്ചി ഉപയോഗിച്ചിട്ട്, ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തുടയ്ക്കും. പിന്നെ മമ്മി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. മമ്മി അതിനെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലും തോന്നിയില്ല. ഈ ചൂടൊക്കെ വെക്കാനായിട്ട് എനിക്ക് ഇപ്പോഴും നല്ല ടെൻഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ചൂട് വെച്ച് അതിനകത്ത് സ്റ്റെയിൻ ആവും പെട്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ചൂട് വെക്കാനായിട്ടുള്ള ആ പാത്രങ്ങൾ അല്ലെങ്കിൽ പാഡുകളൊക്കെ എപ്പോഴും യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി എന്നത്തേക്ക് അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അവസാനം വേണേൽ നമുക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് അവസാനം ചേർത്തത്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി റെഡിയായി. നമ്മൾക്ക് പിടിയും ചിക്കൻ കറിയും കഴിക്കാം. ഇതൊക്കെ ശരിക്കും കുറച്ച് ചാറിലുണ്ടാക്കിയാലാണ് പിടി കഴിക്കാൻ ആവശ്യത്തിന് ചാറുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പിടിയും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ആവും കേട്ടോ, നല്ല കുഴഞ്ഞ രീതിയിലാവും. അപ്പോൾ നമ്മൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ പിടിക്ക് ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മുന്നേ തന്നെ അത് ഓഫ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ പിടിയൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? അവലോസ് പൊടിയിലാണോ ഉണ്ടാക്കുക, അതോ പുട്ടുപൊടിയിലാണോ? അതുപോലെ പിടിയും കോഴിക്കറിയും കൂടി ഒരുമിച്ചിട്ടാണോ ഉണ്ടാക്കുക? എങ്ങനെയാണ് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ ശരിക്കും മൂവാറ്റുപുഴ, എറണാകുളം ആ സൈഡിലാണ്. അങ്ങോട്ടൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം അവിടെ എങ്ങനെ എന്നൊക്കെ ഞങ്ങളോടൊന്ന് പറയണം. ഇതുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പിടിയും കോഴിക്കറിയും കഴിക്കാം കേട്ടോ. കുറേ നാളായി പിടി കഴിച്ചിട്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ അവലോസ് പൊടിയും കൊണ്ട് പിടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ പുറകിൽ ഇവിടെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളവെടുത്തതും പോയി തടി മുറിച്ച് വാങ്ങിച്ചതും എല്ലാം പപ്പയും ചേനും കൂടെ കൂടിയാണ്. ഞാൻ അതിനൊന്നും കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എത്ര വീതി വേണോ, എത്ര നീളത്തിൽ വേണോ അതിനനുസരിച്ച് പോയിട്ട് തടി മുറിച്ച് വാങ്ങിച്ച് ഇടയിൽ ഇങ്ങനെ ഈ കല്ല് വെച്ചിട്ടാണത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വെജിറ്റബിൾ ബെഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഈ വർഷം നടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒത്തിരി ലേറ്റ് ആയല്ലോ, കാരണം മെയ് ആയില്ലേ. അപ്പോൾ ഇനി നമ്മൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായി വരുമ്പോഴേക്കും തണുപ്പ് തുടങ്ങുന്ന സമയമാവും. പക്ഷെ എന്നാലും ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പം വെറുതെ അങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയി എന്തായാലും വാങ്ങി വെക്കാം. ഇനി അടുത്ത കൊല്ലാണെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഈ മണ്ണ് ഭയങ്കരമായിട്ട് തറഞ്ഞു കിടക്കുക. അപ്പോൾ അതുകൊണ്ട് പപ്പ അത് ഒന്ന് ഇളക്കി ഇട്ടിട്ടാണ് ഞങ്ങൾ അല്ലാതെ മണ്ണ് വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു പാർക്കുണ്ട്, അങ്ങ് നടന്നു പോകാൻ ദൂരമുള്ളൂ. അപ്പോൾ പപ്പ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ പാർക്കിൽ പോയി ഒന്ന് ഊഞ്ഞാലാടാൻ പോയതാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ അവിടെ കാണുന്നതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പപ്പനെ കാണാമായിരിക്കും അവിടെ.
കണ്ടോ അങ്ങനെ അങ്ങ് നടന്നു വരാം നമുക്ക് ഈ പാർക്കിനകത്തേക്ക്. അപ്പോൾ അവിടെ നല്ലൊരു ആംബിയൻസ്, അവിടെ നിറച്ചും മരങ്ങളും ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ആ പാർക്ക് നല്ല രസമാണ്. നമ്മളിടയ്ക്ക് വൈകുന്നേരമൊക്കെ അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പിലും ഇതുപോലെ തന്നെ പൂച്ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിയതെല്ലാം എല്ലാ വർഷവും വരുന്ന ടൈപ്പ് പെരീനിയൽ ആയിട്ടുള്ള ചെടികളാണ്, ആനുവൽ അല്ല വാങ്ങിച്ചിട്ടുള്ളത്. ആനുവൽ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്, കാരണം അതാണ് ഇപ്പം ഇങ്ങനെ ഫുള്ള് പൂവുണ്ടായി നിൽക്കുന്നതൊക്കെ. പക്ഷെ അത് ഇത് കഴിഞ്ഞാൽ പോയല്ലോ, പിന്നെ ഇല്ലല്ലോ, പിന്നെ വരില്ല. അപ്പം അതുകൊണ്ട് എല്ലാ വർഷവും നമുക്കിങ്ങനെ വാങ്ങി വെക്കണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റോസയും അതുപോലെ തന്നെ എല്ലാ വർഷവും വരുന്ന ടൈപ്പ് ചെടികൾ നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത്തവണ. ഒന്നും വേറെ ഞാൻ ബന്ദിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി വാങ്ങണമെന്നെങ്കിൽ ഞാൻ വാങ്ങിയില്ല. ഇതുപോലെ എല്ലാ വർഷവും തിരിച്ചു വരുന്ന ടൈപ്പിലുള്ള ചെടികളാണ് എല്ലാം വാങ്ങി വെച്ചത്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ അവിടെ കാണുന്ന ആ ചുവന്ന റോസ അത് ബിൽഡർ തന്നെ വെച്ച് തന്നിട്ടുള്ളതാണ്. ബാക്കി ഈ കുറ്റിച്ചെടികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതെല്ലാം അവർ തന്നെ വെച്ച് തരുന്നതാണ് കേട്ടോ. അവരിങ്ങനെ ഈ ഒരു റോസയും കുറേ ഇങ്ങനെ കുറ്റിച്ചെടികൾ അങ്ങനത്തെ ചെടികളെല്ലാം അവിടെ വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൂച്ചെടികൾ അധികം ഒന്നും, ഈ റോസ അല്ലാതെ വേറെ പൂച്ചെടികളൊന്നും വെച്ച് തരില്ല. അപ്പം ഇതെല്ലാം നമ്മൾ വാങ്ങി നട്ടതാണ്. ഇത് പണ്ടത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 2-3 റോസ ഉണ്ടായിരുന്നു. അത് ഞാൻ ചട്ടിയിൽ വെച്ചിരുന്ന റോസ എല്ലാം കൊണ്ടുവന്നു. നിലത്ത് നട്ടൊന്നും നമ്മൾ അത് അവിടെ തന്നെ വിട്ടിട്ട് പോരുകയല്ലേ ചെയ്യാം. അപ്പം ഇതെല്ലാം ചട്ടിയിൽ വെച്ചിരുന്നതാണ് അവിടെ കാണുന്ന റോസയിൽ നിങ്ങൾ. അപ്പം അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പപ്പ എനിക്ക് നട്ട് തന്നു. ഇതെല്ലാം നമ്മളിപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചതാണ്, മറ്റ് ചെടികളൊക്കെ. അതെല്ലാം ഈ പെരീനിയൽ എന്ന് പറയും ഇവിടെ, അതായത് ഓരോ വർഷം തിരിച്ചു തരുന്നത്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പുറകിൽ, അതായത് ഇങ്ങനെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. മുളക്, അതുപോലെ തന്നെ വെണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നട്ടത്. തക്കാളി, പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചു. നമ്മളെപ്പോഴും പുറകിലാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുക ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാനും ആസ്വദിക്കാനും എന്തെങ്കിലും വേണ്ടേ. മുമ്പിൽ വെച്ചാൽ നമ്മൾ വളരെ കുറവാണ് അങ്ങോട്ട് പോയിരിക്കുന്നതൊക്കെ. അത് റോട്ടിലൂടെ പോകുന്നവർക്കല്ലേ മുമ്പിൽ വെച്ചത് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ പുറകിൽ വെച്ചാലല്ലേ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറകിൽ കുറച്ച് ചെടികളൊക്കെ വെച്ച് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ വെച്ചത്. ഇവിടെയും നമ്മൾ റോസ വെച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ റോസ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചുവന്ന റോസ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം കുറ്റിയായിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒത്തിരി വലുതാവാത്ത റോസകളാണ് കേട്ടോ ഇത്തവണ ഞാൻ വാങ്ങിച്ചത്. ഇതൊരു ട്രീ റോസാണ്, ഭയങ്കര കടും ചുവപ്പ് കളറുള്ള ഒരു റോസയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. പക്ഷെ അതിൻ്റെ പേര് ഞാൻ നോക്കിയില്ല, മറന്നുപോയി അതിൻ്റെ പേര് നോക്കാനായിട്ട്, ടാഗ് കളഞ്ഞും പോയി. അപ്പം ഇതാണ് അന്ന് വൈകുന്നേരത്തെ ഒരു വൈബ്. നല്ല മഴക്കാറൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്, അങ്ങനെ വലിയ മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.